മാരകബന്ധമോ ബാധാബന്ധമോ ശനിക്കില്ലാതെ ഇരിക്കുകയും ചെയ്താൽ ക്ഷേത്രപരമാനായ ശനി നിൽക്കുകയും കേന്ദ്രത്തിൽ ഗുണത്തിലോ വരികയും ചെയ്താൽ സ്വയം ഒരു സാക്ഷ്യൽ ക്യാരക്ടർ ഉണ്ടാകും. സ്വയായിരിക്കും പല കാര്യങ്ങളും, കുറച്ച് ഡിലേ ആയിരിക്കും പല കാര്യങ്ങളും ഒക്കെ. ഓരോന്നായിട്ട് ആത്മഹത്യ കാര്യം ശരീരവും ചുറ്റുപാടുകളും നോക്കാൻ നല്ലമാനം കഷ്ടപ്പെടുന്നവരായിരുന്നു. പക്ഷെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. വർക്കെത്തിക്ക് ജോലി നല്ല എത്തിച്ചായിരിക്കും നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എത്തിച്ചായിരിക്കും. ഒരു നാലാം ഭാവത്തിലൊക്കെ വന്നു പാരമ്പര്യത്തിലൊക്കെ വളരെ തലവാറൊക്കെ കുറച്ച് പഴക്കമുള്ള വീടുകളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ പൊതുവെ അത് നല്ലതുമാണ്. അതിനെ ആശ്രയിച്ചു പോയാൽ കടലേവരെയൊക്കെ ആശ്രയിച്ചു പോയാൽ നല്ലത്. ഏഴാം ഭാവത്തിലെ കുറച്ച് അതിർത്തിയായിരിക്കും വിവാഹമൊക്കെ നടക്കുന്നത്. ചില പ്രായവ്യത്യാസം ഉണ്ടാകും, ചിലർക്ക് മൂത്തായിരിക്കും വിവാഹം ഒക്കെ ആവാം. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ ഗുണമായിട്ടേ ഭവിക്കൂ എന്നുള്ളതും കൂടിയാണ് മഹായോഗത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ പത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പത്തിലൊക്കെ മഹായോഗത്തോട് കൂടി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് പ്രധാനമന്ത്രി രാജാവിന്റെ താഴെയുള്ള മന്ത്രിമാരുണ്ട്. അത് താഴെയുള്ള അവരുടെ MLA നൽകിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് വരാനുള്ള സാധ്യതകൾ ഡ്യൂട്ടിയോടെയായിരുന്നു. നാടിന് ഒരു ജീവിത പ്രവർത്തികളായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അതിലെ കാര്യത്തിലുള്ള ശ്രദ്ധയും ഫോക്കസും കൂടുതൽ എന്നുള്ളതാണ്. പൊതുവെ സ്ലോയാണ് ശനി അതുകൊണ്ടൊന്നും കരുതുന്നത്. ഗ്രൂപ്പ് വളരെ പതുക്കെയായിരിക്കും. പക്ഷെ ആ ഗ്രൂപ്പ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഏത് കാര്യങ്ങളോ ആ വന്നത് പിന്നെ പോയി. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇത് നല്ലതുമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. മഹായോഗം കൃത്യമായിട്ട് ബാധിച്ചാൽ അതിന്റെ ദൃശ്യമൊക്കെ വന്നാൽ നല്ല രീതിയിൽ മറ്റു ബാധകങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഞാൻ അനുഗ്രഹിച്ചാൽ നല്ലത് തന്നെയാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പടക്കും തോന്നും ചാവും ഇതെല്ലാം ചെയ്യും എന്ന് പറയുന്നതാണ് വിജയിക്കുന്നത്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് ബുദ്ധിന്റെ ടൈപ്പുള്ള ആൾക്കാർ അവരുടെ വിഷയിക്കും. ബുദ്ധിന്റെ ടൈപ്പുള്ള ആൾക്കാർ വളരെ സ്പീഡായിട്ട് മോട്ടിവേഷൻ പറയാൻ മിക്ക ആൾക്കാരും അങ്ങനെയുള്ളതായതുകൊണ്ടായിട്ടാണ് ഈ ആഴത്തിന്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിൽ അവർക്ക് പോകാൻ പറ്റും. ശുക്രന്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിൽ അവർക്ക് പോകാൻ പറ്റും. ശനിയുടെ രീതിയിലുള്ളവർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും റിസൾട്ടും ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ഒരു കഴിക്കുന്ന സ്ലോ ആയിരിക്കും, കുടിക്കുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അതെല്ലാത്തിലും സ്ലോ പതിയായിരിക്കും. നന്നാണ് പതിയാണ് സ്ലോ പതിയെ ചെയ്യുന്നതൊന്നും മടിയുമാണ്. സ്ലോ പതിയെ ഇത് മനസ്സിലാക്കി ആസ്വദിച്ച് അത് ചെയ്യുന്നത് പലരും ബുദ്ധിശാലിതരമാണ്. നിശ്ചയാത്മക ബുദ്ധിയുടെ സൂക്ഷ്മതയാണ് ആസ്വദിക്കുന്നതിന്റെ തെളിവും കൂടിയാണ്. അത്രയൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ച് പറയാൻ എനിക്കുണ്ടായിരുന്നത്. ഏകദേശം മനസ്സിലാക്കി തരാൻ സാധിച്ചു. ഓരോ ഗ്രഹങ്ങളുടെയും ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ക്യാരക്ടർ ഇടപെടുന്നതൊക്കെ സംസാര രീതികളൊക്കെ കാണുമ്പോൾ ആ ഏത് ടൈപ്പ് കാറ്റഗറി ഒന്ന് ഓഫ് നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും. ഇന്ന് നമ്മൾ രണ്ടാം ഭാവത്തിന്റെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം ധനം. ധനവുമായിട്ട് ബന്ധപ്പെട്ട് ധനയോഗമുണ്ടോ എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി നമ്മൾ മരിക്കുന്ന സമയത്ത്
നമുക്ക് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് പലരും സമ്പത്ത് യോഗം സ്വാഭാവികമായിട്ടുള്ള സമ്പത്തിന്റെ യോഗം ഉണ്ടായിരുന്നു. അത് ഇവിടെ ജനിച്ചതാണ്, എങ്ങനെ ജനിച്ചാൽ സ്വർഗത്തിലേക്ക് ഉണ്ടാക്കിയില്ലേ, സാധാരണ വിദ്യാഭ്യാസമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ലോകത്തെ പഠിച്ചു ഇനിയിപ്പോൾ ഉണ്ടാക്കിയത് സമ്പത്തില്ലാത്തൊരു പൊതുവെ സമ്പത്തുണ്ടാക്കുന്നതിന് നമ്മൾ പൊതുവെ കൃഷിയോട് പറയുന്നത് പഠിച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയായിരിക്കും പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇത് ലാസ്റ്റ് ഞാൻ 2 ഹോട്ട്സ്പോട്ട് തരാം. അത് നിങ്ങൾക്ക് ഒരു പഠനവിധിയാണ്, ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. 2 ഹോട്ട്സ്പോട്ട് തരാം. നമ്മുടെ സമ്പത്ത് നിധി എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ധനം നമ്മുടെ നിധി, നമ്മുടെ സേവിങ്സ് പറയുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ധനത്തിന്റെ ഒരു അംശം നമ്മൾ സേവ് ചെയ്യണം. അപ്പം എഫ്ഡി വഴി നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊട്ടക്ട് വഴിയുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, ഗോൾഡിൽ സേവ് ചെയ്യുന്നുണ്ട്, ഡിമേജായിട്ടുള്ള സ്റ്റോക്ക് ഫണ്ട്സിൽ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അല്ല സേവ് ചെയ്യാം. അതുപോലെ ലോങ് ടൈം ആയിട്ട് ഇപ്പം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള കാര്യങ്ങൾ, എസ്ഐപി പോലുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റുകളിൽ സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പലതിൽ നമ്മുടെ അസറ്റുകൾ പലരും ഈ 2ാം ഭാവമാണ്. ഇന്നത്തെ കാലത്ത് ഒരു പ്രചാരത്തിലുള്ള ക്രിപ്റ്റോഗ്രാഫിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി പോലുള്ള സാധനങ്ങൾ, ബിറ്റ് കോയിൻ പോലുള്ള സാധനങ്ങൾ, ഇതിലൊക്കെ ആൾക്കാർ സേവ് ചെയ്യുന്നുണ്ട്. ട്വീറ്റ് ചെയ്തതിനു ശേഷം ഏതൊരു കറൻസി ക്രിപ്റ്റോ കറൻസിയുടെ വലിയ ഹൈക്കുണ്ടാവുകയും ലോകം മൊത്തം അതായിരുന്നു. അപ്പം പല മേഖലകളിൽ പല തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടതുകൊണ്ട് അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ധനം ഉണ്ടാവാനുള്ള യോഗം ഉണ്ടെങ്കിലേ അയാൾക്ക് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്കത് ഉണ്ടാവുള്ളൂ. ഒരു അറിവില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ധനം ഉണ്ടാവാൻ യോഗം ജാതകത്തിൽ അത് അനുഭവമാണ്. നമുക്ക് അതിന്റെ കുറച്ച് പ്രമാണങ്ങൾ എല്ലാം ഒരുപാട് അതിന്റെ ധനയോഗങ്ങൾ പല തരത്തിലുണ്ട്. അതിൽ ഉറപ്പായിട്ടും ധനം ഉണ്ടാവാൻ കുറച്ച് യോഗങ്ങൾ പറയും. സമയമെടുത്താലും കുറച്ച് കഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും ധനം ഉണ്ടാവുന്ന യോഗങ്ങൾ പറയാം. ഒന്നാമത്തത് 2ാം ഭാവാധിപനായ ഗ്രഹം 11-ൽ 11ാം ഭാവാധിപനായ ഗ്രഹം 2ാം ഭാവത്തിലേക്ക് 2 ഗ്രഹങ്ങളും ബലപ്പെടുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ഈ ജന്മം ധനം ഉണ്ടാവും, ഉറപ്പാണ്. ചെറിയ സമയം എടുത്തേക്കാം. ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധനം ഉണ്ടാകും. ഭാവപരിവർത്തനം ആയിരിക്കും. അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ ശുക്രൻ, 11ാം ഭാവത്തിൽ വ്യാഴം, 11 വ്യാഴം. അതുപോലെ തന്നെ 2ാം ഭാവാധിപനായ ഗ്രഹം ലഗ്നാൽ കേന്ദ്രത്തിൽ വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് ധനം ഉണ്ടാവും. ഇതിന്റെ അനുഭവം ഒന്ന് കാര്യമൊന്നുമല്ല, അനുഭവം പലർക്കും അതിൽ അനുഭവമുണ്ട്, ഉറപ്പാണ്. ധനമുള്ളത്. അതുപോലെ തന്നെ ധനഭാവാധിപനായ ഗ്രഹം 2ാം ഭാവത്തിൽ നിൽക്കുകയും 2ാം ഭാവാധിപൻ 2 നിൽക്കുകയും അവിടെ വർഗോപാംശം വരികയും ആ ഗ്രഹം അവിടെ തന്നെ നവാംശത്താക്കി നിൽക്കുകയും അങ്ങനെ വർഗോപാംശം വരികയും വ്യാഴം ലഗ്ന കേന്ദ്രത്തിൽ വരികയും ചെയ്താൽ, കേന്ദ്രത്തിൽ ഒരുപാട് വരികയും ചെയ്താൽ ആ വ്യക്തി സ്ഥാനം ഉറപ്പാണ്. പ്രത്യേകിച്ച് 10 ലക്ഷം അടിച്ചതിന് 2ലേക്ക് മൂല്യങ്ങൾ ചെയ്യും. കാരകൻ ഭാവത്തെ വീക്ഷിക്കുകയും ബലപ്പെടുത്തി ഭാവത്തെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ധനം ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ 2ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ശ്ലോകങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്ക് ഇതൊക്കെ പഠിക്കാവുന്ന ശ്ലോകങ്ങൾ കണ്ടിട്ടുള്ളത് സന്താനം ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാം, ഇത് മറ്റു ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൈത്തരത്തിലുള്ള സംസ്കൃത ശ്ലോകമല്ല. പൊതുവെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഭാവവിശകലനത്തിൽ എടുക്കുന്നത് ജാതകമാണ്. അപ്പം അതിലെ ശ്ലോകങ്ങളൊപ്പം തന്നെ സന്താന ജീവിതത്തിലെ ചില ശ്ലോകങ്ങളും കൂടെ എടുത്ത് ഉപയോഗിക്കണം. ഒരു രസമാണ് ഈ ആരോഹണം, ഈ സംഗീതത്തിന്റെ ഒക്കെ ആരോഹണം അവരോഹണം പോലെ പറയുന്നതിന് തിരിച്ചു പറയുന്ന രീതിയിലാണ് അതിനകത്തെ ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ധനാദിവേ ലാഭവര് ലാഭേഷ് ധനമാന്തര്, ധനാദികൾ 11. Spraying some poisonous gas onto my face and into my eyes, inside my eyes actually. I can't even see or look at that. These scissors are spraying something onto my face to burn my face, and even